നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 നവംബർ മാസം 10-ാം തീയതി 1201 ആണ്ട് തുലാമാസം 24-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഉദയനക്ഷത്രം പുണർദ നക്ഷത്രമാണ്. അപ്പോൾ പുണർദ നക്ഷത്രം തിങ്കളാഴ്ച ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ദിവസമാണ്. തിങ്കളാഴ്ചയും പുണർദ നക്ഷത്രവും ഒത്തു വന്നിരിക്കുന്ന ശുഭദിനമാണ്. അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് ഇന്ന് ഒരാഴ്ചയുടെ ആരംഭമാണ്. നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങി ഓരോ കാര്യങ്ങൾ സഫലീകരിക്കാൻ ഇടവരുന്ന ദിവസവും കൂടിയാണ് ഇന്ന്. അപ്പോൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ അത് വിജയത്തിലേക്ക് വരുന്ന ദിവസവും കൂടിയാണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓരോ കാര്യത്തിന് ഇറങ്ങാം. കാരണം ഇന്നത്തെ ദിവസം കൊള്ളാം, നക്ഷത്രം കൊള്ളാം. അപ്പോൾ പിന്നെ നമുക്കൊന്നും പേടിക്കണ്ട, നമുക്ക് ധൈര്യമായിട്ട് ഓരോ കാര്യത്തിന് ഇറങ്ങാം. ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് വരും. കാരണം ഇന്നത്തെ ഒരു പോസിറ്റീവ് എനർജി ഉള്ള ദിവസമായതുകൊണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കണം എന്നല്ല. എന്നാലും ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു ദോഷം കൊണ്ടോ നക്ഷത്ര ദോഷം കൊണ്ടോ കാര്യങ്ങൾ നടക്കാതെ പോകത്തില്ല. ഇന്ന് അതായത് തുലാമാസത്തിലെ പുണർദ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ്. സാമ്പത്തിക നേട്ടത്തിനും അതേപോലെ നമുക്ക് വീട് വെക്കാനോ വസ്തു മേടിക്കാനോ അതുപോലെ ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ഒരു വർഷമാണ്. ഇപ്പോൾ വസ്തു മേടിക്കാൻ കൊള്ളാം, വീട് വയ്ക്കാൻ കൊള്ളാം, വാഹനം വാങ്ങാൻ കൊള്ളാം. വിദേശ യാത്രയ്ക്ക് പോകുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ സമയമാണ്. അതുപോലെ വിദേശത്തുള്ളവർക്ക് മൈഗ്രേറ്റ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായാലും ശരി, വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കായാലും ശരി, നിങ്ങൾ ഇതിനു വേണ്ടി ഇറങ്ങിയാൽ അത് വിജയത്തിലേക്ക് വരും, അനുകൂലപ്രദമായി കലാശിക്കും. അപ്പോൾ ഒരു അനുകൂലപ്രദമായ ഒരു വർഷം നിങ്ങൾക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു വർഷത്തെ നിങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കണം. നമുക്കൊരു വർഷത്തെ വേണ്ട രീതിയിൽ വിനിയോഗിച്ച് കൊണ്ടുപോകണം. അതുപോലെ ഇന്ന് നല്ല ദിവസമാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. കലണ്ടറിലെ രാഹുകാല സമയവും ഇന്നത്തെ യഥാർത്ഥ രാഹുകാല സമയവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇന്ന് രാഹുകാല സമയം കലണ്ടറിൽ ഇട്ടിരിക്കുന്ന 7:30 മണി മുതൽ 9 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 7:48 രാഹുകാലം തുടങ്ങുകയുള്ളൂ. 9:15 വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ രാഹുകാല സമയം എല്ലാ ശുഭയാത്രയ്ക്ക് നല്ലതല്ല. മറ്റ് മുഹൂർത്തങ്ങൾക്കൊന്നും ബാധകമല്ല. പക്ഷെ മറ്റ് മുഹൂർത്തങ്ങൾക്ക് കൊള്ളാത്ത 2 സമയങ്ങളാണ് യമകണ്ഠ കാല സമയവും ഗുളിക കാല സമയവും. ഇന്ന് ഗുളിക കാല സമയം വരുന്നത് 1:36 തൊട്ട് 3:02 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 10:41 തൊട്ട് 12:08 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്ന് നല്ല മുഹൂർത്തമുള്ള ദിവസമാണ്, നല്ല ദിവസമാണ്. എന്നാലും മുഹൂർത്തങ്ങളുടെ രാജാവാണ് ശരിക്കും പറഞ്ഞാൽ അഭിജിത്ത് മുഹൂർത്തം. അന്ന് അഭിജിത്ത് മുഹൂർത്ത സമയം വരുന്നത് 11:44 തൊട്ട് 12:32 വരെ. ഇടയ്ക്കൊരു 4 മിനിറ്റ് ഒഴിച്ച് ബാക്കി സമയം ശുഭകാര്യങ്ങൾക്ക് ഏത് മുഹൂർത്തത്തിനും എടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് പോകുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. വെളുത്ത വസ്ത്രമോ പേളിൻ്റെ കളറിലുള്ള വസ്ത്രമോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. നമുക്ക് ചന്ദ്രൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരാനും നമുക്ക് കൂടുതൽ ശോഭിക്കാനും ഈ വസ്ത്രധാരണം സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.